ഇന്ന് ഡ്യൂട്ടിക്ക് വരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയായിരുന്നു കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. എനിക്ക് പൊതുവേ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്നത് ഇഷ്ടമാണെങ്കിൽ പോലും പക്ഷേ ഈ നോമ്പ് തുറന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ക്ഷീണം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഓളത്തിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ഫുഡ് കഴിക്കുമ്പോഴാണ്. ഈ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പറ്റും നമ്മൾ ക്ഷീണിച്ചാണ്ട് പോവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് അധികം ടൈം റെസ്റ്റ് എടുക്കാതെ വേഗം ഡ്യൂട്ടിക്ക് കയറി നമ്മളെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഒരുവിധം ടോട്ടലി നമ്മൾ ലോസ് ആയിട്ടുണ്ടാവും. സാധാരണ ഡേ ഷിഫ്റ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആണെങ്കിൽ പോലും പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഡ്യൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ടൈം ഉണ്ടെങ്കിൽ അത് നൈറ്റാണ് കേട്ടോ. അങ്ങനെ ഡ്യൂട്ടിക്ക് കയറിയതിൻ്റെ ശേഷം നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഉറക്കം വന്ന് തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളത്. ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഉറക്കം എവിടെ പോകണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് ചായ ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കട്ടോ. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിലീവ് കിട്ടുന്നത് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മളെ കേസ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായിട്ടാണ്. കേസ് ക്ലോസ് ചെയ്യലും അടുത്ത ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യലും കൂടി കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. എന്താണ് ഡയാലിസിസ് സ്റ്റാർട്ടിങ് ക്ലോസിങ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തരാം. നമുക്കിവിടെ 10 മെഷീനാണ് നമ്മൾ ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. ഈ 10 മെഷീനിലും 10 പേഷ്യൻറ്റ് കിടക്കുന്നുണ്ട്. ഈ പേഷ്യൻസിന് ഡയാലിസിസ് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ക്ലോസ് ചെയ്ത് വിടുന്നതിനാണ് ഡയാലിസിസ് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഡയാലിസിസ് സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീനിൽ 10 മെഷീനിലും ഡയാലിസിസ് പേഷ്യൻസിന് ഡയാലിസിസ് തുടങ്ങുന്നതിനാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബിസി ടൈമാണ് ഈ സ്റ്റാർട്ടിങ് ക്ലോസിങ് എന്ന് പറഞ്ഞത്. ഏകദേശം 2.5 മണിക്കൂറോളം നമുക്ക് എടുക്കട്ടോ ഇത് പേഷ്യൻസിനെ കയറ്റാനും ഇറക്കാനും. നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഫയൽ വർക്കിങ്ങും നമ്മൾ റെക്കോർഡ് വർക്കിങ്ങും പേഷ്യൻറ്റ് വൈറ്റൽസ് ചെക്ക് ചെയ്യലും അതൊക്കെ നോക്കി വരുമ്പോഴത്തേനും നമുക്ക് ആ ഷിഫ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ പണിയൊക്കെ തീർത്ത് അടുത്ത ഷിഫ്റ്റത്തെ സ്റ്റാഫിന് ഓവറും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്.